പ്രിയപ്പെട്ട പ്രതിഭകളായ മക്കളെ, നിങ്ങൾ നല്ല കഴിവുള്ള കുട്ടികളാണ്. നിങ്ങൾ ലിറ്റിൽ സ്റ്റാർസ്, തിളക്കമുള്ള നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ തിളക്കം കൂടി കൂടി മുന്നോട്ട് പോകണം. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നമ്മൾ ഓരോ നേട്ടങ്ങളും കൈവരിക്കുമ്പോഴും നമ്മളുടെ ധാർമ്മികതയും നമ്മുടെ മൂല്യബോധവും നമ്മുടെ സഹജീവി സ്നേഹവും നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾ നല്ല കരുണയും ആർദ്രതയും ഉള്ളവരാവണം. പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന മനോഭാവമുള്ളവരാവണം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പോലെ ഭൗതിക ശ്രേഷ്ഠതയോടൊപ്പം വിദ്യാഭ്യാസത്തിൽ നമ്മൾ ധാർമ്മിക ശ്രേഷ്ഠതയും ആർജിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിലൂടെയുള്ള സംസ്കാരം. നമുക്ക് നല്ല മൂല്യബോധം ഉണ്ടാവണം. അപ്പൊ ധർമ്മവും നീതിയും മൂല്യബോധവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളായി, നല്ല വ്യക്തിത്വമുള്ളവരായി നിങ്ങളൊക്കെ വളരണമെന്നാണ് ഈ ഉപഹാര സമർപ്പണ ചടങ്ങിൽ, ഈ അനുമോദന ചടങ്ങിൽ മുഴുവൻ കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളുടെ ഈ വിദ്യാഭ്യാസ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എല്ലാ വർഷവും നിരവധി ചടങ്ങുകളും കോച്ചിങ് ക്യാമ്പുകളും പദ്ധതികളുമൊക്കെ ഫ്ലെയിമിന്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ലിങ്ക് ഫോർ അഡ്വാൻസ്മെന്റ് ഫോർ മണ്ണാർക്കാട് എഡ്യൂക്കേഷൻ. മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ജ്വാലയാണ്, ഒരു തിരിനാളമാണ് ഈ ഫ്ലെയിം. ഇത് തുടക്കം കുറിച്ചതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചത് സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങളായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും നമുക്ക് നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. സ്കൂളുകളിലൊക്കെ MLA ഫണ്ടും മറ്റും ഉപയോഗിച്ച് വാഹനങ്ങൾ നൽകാൻ സാധിച്ചു. കമ്പ്യൂട്ടറുകൾ കൊടുത്തു, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങളെ നമ്മളേറെ മെച്ചപ്പെടുത്തുകയുണ്ടായി. ഇനി നമ്മുടെ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് ചില കോച്ചിങ്ങുകളും അവർക്ക് ചില സപ്പോർട്ടും നൽകാമെന്ന് തീർച്ചപ്പെടുത്തിയപ്പോഴാണ് ഫ്ലെയിം വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക്, അതുപോലെ തന്നെ വിവിധ എൻട്രൻസ് പരീക്ഷകൾക്ക് നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ തീരുമാനിച്ചത്. കോവിഡ് കാലത്ത് ഓൺലൈനായി തുടങ്ങി, പിന്നീട് ഓഫ്ലൈനായും ഓൺലൈനായും വിവിധ പരീക്ഷകൾക്ക് നമ്മൾ കോച്ചിങ് കൊടുത്തു. ആ കോച്ചിങ്ങിലൂടെ വലിയ മാറ്റമുണ്ടായി. ഉദാഹരണത്തിന് NMMS പരീക്ഷയ്ക്ക് നമ്മൾ കോച്ചിങ് തുടങ്ങുന്ന സമയത്ത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് 46 കുട്ടികൾക്കാണ് ലഭിച്ചിരുന്നത്. ഈ വിശാലമായ മണ്ഡലത്തിൽ 8ാം ക്ലാസ്സിൽ എഴുതുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ്. 46 കുട്ടികളാണ് ജയിച്ചതെങ്കിൽ നമ്മൾ കോച്ചിങ് കൊടുത്ത ആ വർഷം തന്നെ അത് 106ലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഇതേ കുട്ടികൾ, ഇതേ സ്കൂളുകൾ, പക്ഷെ എന്താ സംഭവിച്ചത്? ആ വിഷയത്തിലേക്ക് നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നു. അവർക്ക് വേണ്ട അസിസ്റ്റൻസും സപ്പോർട്ടും കൊടുത്തു. അപ്പൊ ഉണ്ടായ മാറ്റമാണത്. അപ്പൊ അത് ഒരു പ്രചോദനമായി, ഒരു പ്രേരണയായി ഞങ്ങൾ വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾക്കുമൊക്കെ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകുകയുണ്ടായി. അപ്പൊ അതിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി. പാലക്കാട് ജില്ലയിലെ NMMSന്റെ 1/3 നമുക്ക് ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ പരീക്ഷ പാസ്സായാൽ ഒരു കുട്ടിക്ക് 48,000 രൂപ ലഭിക്കും. അതതിൻ്റെ സാമ്പത്തികമായ ഒരു വശം എന്ന് മാത്രം. കുട്ടി അവന്റെ കഴിവ് കൊണ്ട് സ്വയം പര്യാപ്തനാവുകയാണ്. ആ അർത്ഥത്തിൽ 1,69,00,000 രൂപ നമ്മുടെ മക്കൾ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ പാസ്സായത് 353 കുട്ടികളാണ് നമ്മളുടെ ഈ കോച്ചിങ്ങിന് ശേഷം. അപ്പൊ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ എല്ലാ വർഷവും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടുന്ന കുട്ടികളെ നമ്മൾ അനുമോദിക്കും, ആദരിക്കും. സ്കൂളുകളെ നമ്മൾ ആദരിക്കും. ഫുൾ A+, അതുപോലെ തന്നെ 100% വിജയവുമുള്ള സ്കൂളുകളെ നമ്മൾ ആദരിക്കും. ഏതെങ്കിലും സ്കൂളുകളിൽ ഇതിന് കുറവുണ്ടായപ്പോൾ ഞങ്ങൾ ഇടപെട്ടു. അപ്പോൾ ആ സ്കൂളും 100%.
അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾക്ക് വളരാനും ഉയരങ്ങളിലേക്ക് പോകാനും ഒരു ജ്വാലയായി, ഒരു പ്രകാശനാളമായി പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കൊപ്പം ഈ ഫ്ലെയിം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പഠനരംഗത്ത് ഏത് നിലക്കുള്ള പിന്തുണയും സപ്പോർട്ടും ഫ്ലെയിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെയൊക്കെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകണം. എല്ലാ വർഷവും നമ്മൾ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ സമ്മേളനം നടത്താറുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ നിങ്ങളോടൊരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ഈ നാട്ടിൽ മുഴുവൻ നടന്ന അവാർഡ് കൊടുത്തപ്പോൾ ഇവിടെ കുറച്ച് വൈകിപ്പോയി. ഇത്തവണ ഒരു പുതിയ ചുമതല കൂടി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ, നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല കൂടി നിങ്ങളുടെ ജനപ്രതിനിധിയായ എൻ്റെ മേൽ വരികയുണ്ടായല്ലോ. ആ ചുമതല കൂടി വന്നപ്പോ സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ പുസ്തകങ്ങൾ അടിച്ചു കൊടുക്കേണ്ടി വന്നു. പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കി വിതരണം നടത്തേണ്ടി വന്നു. അതുപോലെ തന്നെ മറ്റ് യൂണിഫോമിന്റെ വിതരണം പൂർത്തിയാക്കേണ്ടി വന്നു. അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായി. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വന്നു. സ്കൂളിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള സംഗതികളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വന്നു. അതെല്ലാം ആയപ്പോഴാണ് നമ്മൾ കുറച്ച് വൈകിയത്. എങ്ങനെ വൈകിയാലും നല്ല 2 ഗസ്റ്റുകളെ, എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന 2 അതിഥികളെ ഈ സമ്മേളനത്തിൽ കിട്ടി എന്നുള്ളതും നമുക്കേറെ സന്തോഷമാണ്. അതുപോലെ മറ്റ് അതിഥികളുമുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇവിടെ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളുമുണ്ട്. അതുപോലെ തന്നെ ശ്രീ മനോജ് ഉണ്ട്, മൻസൂർ മാഷുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുൻ MLA കളത്തിലുണ്ട്, നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും, അവരുടെയൊക്കെ പേരിവിടെ പറഞ്ഞത് കൊണ്ട് സമയപരിമിതി മൂലം ഞാൻ ആ പേരുകൾ ആവർത്തിക്കുന്നില്ല. ജനനേതാക്കന്മാർ എല്ലാവരുമുണ്ട്. അപ്പോ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഒരു അഭിമാനകരമായ സംഗമമാണ്. ഇത്തവണ SSLCക്ക് ഫുൾ A+ കിട്ടിയ ഈ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുമുണ്ട്. +2 ധാരാളം കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ ഒരു മിടുക്കി നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട്. ആ കുട്ടിയുണ്ട്. അതുപോലെ തന്നെ ചെറിയ മക്കൾ LSS സ്കോളർഷിപ്പ് കിട്ടിയവർ, USS സ്കോളർഷിപ്പ് കിട്ടിയവർ, NMMS സ്കോളർഷിപ്പ് നേടിയവർ, അങ്ങനെ 1050ഓളം മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ നമ്മുടെ ഈ സമ്മാനത്തിന് അർഹരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങളൊക്കെ നല്ല പ്രതിഭകളാണ്. വെറുതെ LSS കിട്ടൂല, വെറുതെ USS പരീക്ഷ പാസ്സാവില്ല, വെറുതെ NMMS പാസ്സാവില്ല. പഠിച്ചില്ലെങ്കിൽ, പരിശ്രമിച്ചില്ലെങ്കിൽ ഫുൾ A+ SSLCക്ക് കിട്ടില്ല, +2 കിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കഴിവിന്റെ നിദർശനങ്ങളാണ്, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ കൂടി ഫലമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകളിലും നന്നായിട്ട് പഠിക്കുക. ഈ LSS തൊട്ട് നിങ്ങൾ തുടങ്ങുന്ന ഈ മത്സര പരീക്ഷകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഇനിയും നിങ്ങൾക്ക് ധാരാളം പരീക്ഷകൾ നിങ്ങൾ ഉയർന്ന് വളർന്നു പോകുമ്പോൾ എഴുതേണ്ടി വരും. അവിടെയൊക്കെ നിങ്ങൾക്കത് ഒരു നല്ല പിൻബലമായിരിക്കും. ചെറുപ്പം മുതലേ LSSഉം USSഉം ഒക്കെ എഴുതിയാൽ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം വികസിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പല വിധത്തിലുള്ള ചതിക്കുഴികളുണ്ട്, അതും ശ്രദ്ധിക്കണം. ലഹരിക്കെതിരായി ഈ ഗവൺമെന്റ് തുടങ്ങിയ പോരാട്ടം, ഞങ്ങൾ അതിൽ പങ്കുചേർന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങൾ പറഞ്ഞു, ജൂൺ 12-ാം തീയതി നമ്മുടെ വേൾഡ് കപ്പും ആരംഭിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ, ആ പോരാട്ടത്തിന്റെ പേരെന്താ? തൂഫാൻ. തൂഫാന്റെ ഭാഗമായി സ്കൂളുകളിൽ 1 മില്യൺ തൂഫാൻ ഗോളുകൾ അടിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് സമയം കൊടുത്തത് ജൂൺ 12 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ്. പക്ഷേ 2 ആഴ്ച തികയും മുമ്പ്
ജൂൺ 25 തന്നെ 1 മില്യൺ ഗോളുകൾ നമ്മളുടെ കുട്ടികൾ അടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ സ്കൂളിലും അടിക്കുന്ന ഗോളുകൾ ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് തിരുവനന്തപുരത്ത് കൈറ്റിന്റെ ഓഫീസിൽ അത് കാണാൻ പറ്റുമായിരുന്നു. 25 ഉച്ചയോടുകൂടി 1 മില്യൺ ഗോൾ, 10 ലക്ഷം ഗോൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ആ പോരാട്ടത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തണം. മറ്റുള്ളിടത്തൊക്കെ ഞാൻ അതിഥിയാണെങ്കിൽ ഇവിടെ എൻ്റെ കുട്ടികളുടെ മുമ്പിൽ, എൻ്റെ മണ്ഡലക്കാരുടെ മുമ്പിൽ ഞാൻ ഈ പദ്ധതിയുടെ, ഈ ചടങ്ങിന്റെ ആതിഥേയനാണ്. ഞാൻ ഈ മണ്ഡലത്തിലെ എൻ്റെ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണിത്. മിടുക്കന്മാരും മിടുക്കികളുമായ എടത്തനാട്ടുകര തൊട്ട് ഷോളയൂർ വരെയുള്ള സ്കൂളുകളിലെ, അട്ടപ്പാടി മലമടക്കുകളിൽ വരെയുള്ള സ്കൂളുകളിലെ പ്രിയപ്പെട്ട പ്രതിഭകളായ മക്കളെ, നിങ്ങൾ നല്ല കഴിവുള്ള കുട്ടികളാണ്. നിങ്ങൾ ലിറ്റിൽ സ്റ്റാർസ്, തിളക്കമുള്ള നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ തിളക്കം കൂടി മുന്നോട്ട് പോകണം. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നമ്മൾ ഓരോ നേട്ടങ്ങളും കൈവരിക്കുമ്പോഴും നമ്മളുടെ ധാർമ്മികതയും നമ്മുടെ മൂല്യബോധവും നമ്മുടെ സഹജീവി സ്നേഹവും നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾ നല്ല കരുണയും ആർദ്രതയും ഉള്ളവരാവണം. പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന മനോഭാവമുള്ളവരാവണം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പോലെ ഭൗതിക ശ്രേഷ്ഠതയോടൊപ്പം വിദ്യാഭ്യാസത്തിൽ നമ്മൾ ധാർമ്മിക ശ്രേഷ്ഠതയും ആർജിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിലൂടെയുള്ള സംസ്കാരം. നമുക്ക് നല്ല മൂല്യബോധം ഉണ്ടാവണം. അപ്പൊ ധർമ്മവും നീതിയും മൂല്യബോധവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളായി, നല്ല വ്യക്തിത്വമുള്ളവരായി നിങ്ങളൊക്കെ വളരണമെന്നാണ് ഈ ഉപഹാര സമർപ്പണ ചടങ്ങിൽ, ഈ അനുമോദന ചടങ്ങിൽ മുഴുവൻ കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.